ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ തീരെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ധൂർത്ത് എന്നത്. വിശുദ്ധ ഖുർആനിലും ഹദീസിലുമൊക്കെ ധൂർത്തുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. തോന്നിയതുപോലെ ചെലവഴിക്കാൻ, ഇഷ്ടം പോലെ പണം നേടണമെന്നാണ് ഇന്ന് പലരുടെയും ചിന്ത. ഏത് മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തവരും ഒക്കെ പല വഴികളും തേടുകയാണ്. പല കൊലപാതകങ്ങളുടെയും പ്രേരക ശക്തിയും പണമാണ്. ആവശ്യത്തിൽ കൂടുതൽ പണം ചെലവഴിച്ചില്ലെങ്കിൽ സമൂഹത്തിൽ ഇന്ന് യാതൊരു സ്ഥാനവും ലഭിക്കില്ല എന്നൊരു ചിന്തയാണ് ഇത്തരം ആളുകളെയും പട്ടിണി പാവങ്ങളെയും ഒക്കെ ആഡംബര വിവാഹങ്ങൾ നടത്താനും ലക്ഷറി വാഹനങ്ങളും ആഡംബര വീടുകളും ഒക്കെ വാങ്ങാനും പ്രേരിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ ആർഭാടങ്ങൾ കാണുമ്പോൾ അവരെ പോലെ ആയില്ലെങ്കിൽ അതൊരു കുറവായി കണ്ടോ അല്ലെങ്കിൽ അവരോടൊപ്പം എത്താനോ പണം കടം വാങ്ങിയും പല വസ്തുക്കളും ഇൻസ്റ്റാൾമെന്റിനെടുത്തും പലിശക്ക് പണം വാങ്ങിയും ആധാരം പണയം വെച്ചും ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവസാനം കടം കയറി ഒരു തുണ്ട് കയറിലോ ഒരു കുപ്പി വിഷത്തിലോ അല്പം പെട്രോളിലോ ജീവൻ അവസാനിപ്പിക്കേണ്ടി വന്നവരെ കുറിച്ചൊക്കെ പത്രവാർത്താ മാധ്യമങ്ങളിലൂടെ നാം അറിയുന്നവരാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ചിന്തിക്കാൻ പോലും പാടില്ല. കാരണം പൊങ്ങച്ചവും ധൂർത്തുമൊക്കെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയതാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ആദം സന്തതികളെ, എല്ലാ ആരാധനാലയത്തിങ്കലും അഥവാ എല്ലാ ആരാധനാ സമയത്തും നിങ്ങൾക്ക് അലങ്കാരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. എന്നാൽ നിങ്ങൾ ദുർവ്യായം ചെയ്യരുത്. ദുർവ്യായം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ദുർവ്യായം ചെയ്യരുത് എന്ന് മാത്രമല്ല, ദുർവ്യായം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നും കൂടെ അള്ളാഹു ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് അനുവദനീയമായ മാർഗത്തിലൂടെ മാത്രം സമ്പാദിക്കാൻ ശ്രമിക്കുക എന്നത് വിശ്വാസിയുടെ ധർമ്മമാണ്. മരണമെന്ന ക്ഷണിക്കപ്പെടാത്ത അതിഥി എപ്പോഴാണ് നമ്മിലേക്ക് എത്തുക എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല. ഭൗതിക ലോകം തന്നെ ഉപേക്ഷിച്ചു പോകാനുള്ളവരാണ് നമ്മൾ. ഭൗതിക ലോകത്തെ വാരിപ്പുണരാൻ വെമ്പൽ കൊള്ളുന്നവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്നും ഒരുപാട് അകലെയാണ്. ധൂർത്തും ജാടയും പൊങ്ങച്ചമൊന്നും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. കല്യാണം, സൽക്കാരം തുടങ്ങിയ മറ്റേത് കാര്യമാണെങ്കിലും ആർഭാടങ്ങൾ ഒഴിവാക്കി മിതത്വം പാലിക്കാനാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വകാന ബൈന ദാലിക ഖവാമ. ചെലവ് ചെയ്യുകയാണെങ്കിൽ അമിത വ്യായം നടത്തുകയോ പിശുക്കി പിടിക്കുകയോ ചെയ്യാതെ അതിനിടക്കുള്ള മിതമായ മാർഗം സ്വീകരിക്കുന്നവർ സ്വന്തം ഉപയോഗത്തിനാണെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലാണെങ്കിലും അത് അമിതമാക്കാൻ പാടില്ല. വീട്, വാഹനം, ഭക്ഷണം, വസ്ത്രം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഓരോരുത്തരുടെ കഴിവിനും സൗകര്യത്തിനും യോജിച്ച രീതിയിലൊക്കെ ചെയ്യാവുന്നതാണ്. സമ്പന്നർ പറ്റ മിസ്കിനായി നടക്കണമെന്നോ പാവപ്പെട്ടവൻ സമ്പന്നരെ പോലെ നടക്കണമെന്നോ അല്ല പറയുന്നത്. ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് മിതത്വം പാലിക്കുക. വിവാഹമോ മറ്റു സൽക്കാരങ്ങളൊക്കെ നടത്തുമ്പോൾ നല്ല ഭക്ഷണം വിളമ്പി അതിഥികളെ സൽക്കരിക്കണം. ആഡംബരവും ആവശ്യത്തിലധികവും ആവാതെയാണ് ഇത്തരം വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്. നല്ല സമ്പന്നനായ ഒരാൾ നല്ല വീട് വെക്കുന്നതും അവർക്ക് യോജിച്ച വാഹനം വാങ്ങുന്നതും വിവാഹ സദ്യയിലും മറ്റും വിശാലത കാണിക്കുന്നതും വിമർശിക്കേണ്ടതല്ല. ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതിയും അവരുടെ ചുറ്റുപാടുകളും ഒക്കെ അനുസരിച്ചാണ് അവർ ചെയ്യുന്നത് ധൂർത്താണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ പിശുക്കും ഇസ്ലാം നിരോധിച്ച കാര്യമാണ്. സമ്പത്തുള്ളവൻ ഇല്ലാത്തവർക്ക് നൽകി അവരെ സഹായിക്കണം. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു, വആതിദൽ ഖുർബാ ഹഖ്ഖഹു. കുടുംബബന്ധമുള്ളവന് അവന്റെ അവകാശം നീ നൽകുക. വൽ മിസ്കീന വബിനിസ് സബീൽ. അഗതികൾക്കും വഴിപോകുന്നവനും നീ നൽകുക. വലാ തുബദ്ദിർ തബ്ദീറ. നീ ധനം ദുർവ്യായം ചെയ്യരുത്. ഇന്നൽ മുദബ്ബിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. തീർച്ചയായും ദുർവ്യായം ചെയ്യുന്നവർ പിശാചുക്കളുടെ സഹോദരങ്ങളാകുന്നു. വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറ. പിശാച് തന്റെ രക്ഷിതാവിനോട് ഏറെ നന്ദി കെട്ടവനാകുന്നു. പിശാചിന്റെ ഏറ്റവും വലിയ സ്വഭാവം അള്ളാഹുവിനെയും അവന്റെ അനുഗ്രഹങ്ങളെയും നിഷേധിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുക എന്നതാണ്. ധൂർത്തും ദുർവ്യായവും ചെയ്യുന്നവനും സത്യത്തിൽ ഇതുതന്നെയാണ് ചെയ്യുന്നത്. കാരണം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ അനാവശ്യമായി ഉപയോഗിച്ച് കളയുകയല്ലേ മനുഷ്യർ ധൂർത്തിലൂടെ ചെയ്യുന്നത്. ആവശ്യത്തിലധികം ഉപയോഗിക്കുക, അതുപോലെ കഴിവിലധികവും സന്ദർഭവും നോക്കാതെ ഉപയോഗിക്കുക, നിഷിദ്ധമായ കാര്യങ്ങളിൽ ചിലവഴിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ധൂർത്തിൽപ്പെടുന്നതാണ്. സമ്പത്ത് കൂടുതൽ ലഭിച്ച ആളും സമ്പത്ത് കുറച്ച് ലഭിച്ച ആളും
അവരുടെ കഴിവനുസരിച്ച് പിശുക്കും ധൂർത്തുമില്ലാതെ ചെലവഴിക്കാൻ ശ്രമിക്കുക. ദാരിദ്ര്യത്തിലും സമ്പത്തുള്ളപ്പോഴും മിതത്വം പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ നാഥ എന്ന് നബിതങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണാം. പിശുക്കും ധൂർത്തുമില്ലാതെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിക്കൊണ്ടുള്ള ദീർഘായുസ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെയൊക്കെ കടങ്ങൾ വീട്ടാനുള്ള ഹലാലായ മാർഗം അള്ളാഹു കാണിച്ചു കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.